وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ ഒരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു ഒരിക്കൽ, ഇന്ന സുൽത്താന, തീർച്ചയായും നല്ല ഒരു നേതാവ്, ദില്ലുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്കായി അല്ലാഹു നൽകുന്ന തണലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന സുൽത്താന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നല്ല ഒരു നേതാവ്, ദില്ലുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന തണലാണ്. യഅ്വി ഇലൈഹി കുല്ലു മദ്ലൂമിൻ, ആക്രമിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അഭയം പ്രാപിക്കാൻ കഴിയുന്ന നല്ല ഒരു തണലാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകുന്ന ഒരു നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും. എങ്ങനെയുള്ള നേതാവിനെയാണ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പാർട്ടി ബേസിൽ ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്.
നല്ല മനസ്സുള്ള നല്ല ഒരു നേതാവിനെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, നല്ല ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നൽകുന്ന തണലാണ് എന്നാണ് നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാം തെരഞ്ഞെടുക്കുന്നവർ നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദുർബലമായി പോകുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താണ് ജനാധിപത്യം? ജനങ്ങൾക്കുള്ള ആധിപത്യം എത്രമാത്രമാണ്? 5 വർഷം കൂടുമ്പോൾ ഒരു ദിവസം മാത്രമാണോ ജനങ്ങൾക്ക് ആധിപത്യമുള്ളത് എന്ന് സംശയിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് നല്ല ഒരു നേതാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഭൂമുഖത്തുള്ള നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കുമെന്ന്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല നേതാവിനെയാണ് ലഭിക്കുന്നത് എങ്കിൽ ഭൂമുഖത്തുള്ള നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇദാ കാന ഉമറാഉകും ഖിയാറകും വഅഗ്നിയാഉകും സുമഹാഅകും വഉമൂറുകും ശൂറാ ബൈനകും ഫളഹറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. എന്താ ഹദീസിന്റെ അർത്ഥം എന്നറിയോ? ഇദാ കാന ഉമറാഉകും ഖിയാറകും, നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന നേതാക്കന്മാർ ഉത്തമന്മാരാണെങ്കിൽ, നല്ല മനസ്സിന്റെ ഉടമകളാണ് എങ്കിൽ, നീതിബോധമുള്ളവരാണ് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന ധനികന്മാരായ ആളുകൾ വിശാല മനസ്സുള്ളവരാണ് എങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൂടിയാലോചിച്ച് തീരുമാനിക്കപ്പെടുന്നതാണ് എങ്കിൽ, ഭൂമുഖത്ത് ജീവിക്കൽ വലിയ മനോഹരമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നേതാക്കന്മാർ നല്ല മനസ്സുള്ളവരാണ് എങ്കിൽ, അതുപോലെ തന്നെ ധനമുള്ളവർ വിശാല മനസ്കരാണ് എങ്കിൽ, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് കൂടിയാലോചനയ്ക്ക് വിധേയമാക്കപ്പെടുന്നുവെങ്കിൽ ഭൂമുഖത്തുള്ള ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറയുകയാണ്, വഇദാ കാന ഉമറാഉകും ശിറാറകും, നിങ്ങളുടെ നേതാക്കന്മാർ മോശമായ ആളുകളാണ് എങ്കിൽ, നീതിബോധമില്ലാത്തവരാണ് എങ്കിൽ, അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാണ് എങ്കിൽ, സ്വജനപക്ഷപാതമുള്ളവരാണ് എങ്കിൽ, അതുപോലെ തന്നെ വാഗ്നിയാഉകും ബുഖലാഅകും, നിങ്ങളിലുള്ള ധനാഢ്യന്മാർ പിശുക്കന്മാരാവുകയും ചെയ്താൽ, വഉമൂറുകും ഇലാ നിസാഇകും, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പെണ്ണുങ്ങളാവുകയും ചെയ്താൽ, ഫബത്നുൽ അർളി ഖൈറും മിൻ ദഹ്രിഹാ, ഖബർ ജീവിതമായിരിക്കും നിങ്ങൾക്ക് മനോഹരം. ഹദീസിന്റെ അർത്ഥം എങ്ങനെയെന്നറിയോ? ഭൂമിയുടെ പുറം ഭാഗത്തേക്കാളും നല്ലത് അകംഭാഗമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തങ്ങൾ പറഞ്ഞത് എന്താ? ഖബർ ജീവിതമായിരിക്കും നിങ്ങൾക്ക് മനോഹരമാകുന്നത്. എപ്പോഴാ? നേതാക്കന്മാര് മോശക്കാരായ ആളുകളായിട്ടാണ് വരുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ധനാഢ്യന്മാർ പിശുക്കന്മാരാവുകയും ചെയ്താൽ, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭൂമുഖത്തെക്കാളും നല്ലത് ഭൂമിയുടെ അകമായിരിക്കും. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത്. നമ്മളോട്, പ്രജകളോട് കാരുണ്യമുള്ള, നീതിബോധമുള്ള ഒരു നേതാവായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വരണം എന്നുള്ളതാണ്. അല്ലാഹു തആല ആ നിലയിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും?
പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല, നീതി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫ. ദാവൂദ് നബിയെ, അങ്ങേ ഞാൻ ഒരു സമൂഹത്തിന് നേതാവാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു രാജാധികാരം നൽകി അങ്ങേ ഞാൻ ആദരിക്കുകയാണ്. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. സത്യസമേതമായിരിക്കണം, നീതിപൂർവമായിരിക്കണം നിങ്ങൾ മനുഷ്യർക്കിടയിൽ വിധി നടപ്പാക്കേണ്ടത്. വലാ തത്തബിഇൽ ഹവാ. നിൻ സ്വാർത്ഥ താല്പര്യത്തിന് വഴിപ്പെട്ട് പോകരുത് എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിർദ്ദേശമാണ്. രാജാധികാരം കൊടുത്ത സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രധാനപ്പെട്ടതായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. സത്യസമേതം നീതിയോടുകൂടെ ആയിരിക്കണം മനുഷ്യർക്കിടയിൽ നീ വിധി കൽപ്പിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തത്, വലാ തത്തബിഇൽ ഹവാ. സ്വാർത്ഥ താല്പര്യത്തിന് ഒരിക്കലും നീ വഴിപ്പെട്ടു പോകരുത് എന്ന്. ബഹുമാനികളെ, നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥ ഇന്ന് എന്താണ്? ഇന്ന് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സ്വാർത്ഥ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്നെ ഉള്ളൂ എന്നായിരിക്കും ഒരുപക്ഷെ മറുപടി ഉണ്ടാവുക, അല്ലേ? നീതിപൂർവമായ വിധിയാണോ നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിനും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? 2007 മാർച്ച് 20-നാണ് കാസർഗോഡ് ചൂരിപ്പള്ളിയിൽ റിയാസ് മൗലവി വധിക്കപ്പെട്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സംസാരിച്ചത് കൊണ്ടല്ല, ഒരു ഖത്തീബൊന്നുമല്ല, ആളൊരു മദ്രസാധ്യാപകനാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിദ്വേഷമോ വെറുപ്പോ വെച്ചു പുലർത്തുന്ന ആളല്ല, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് എന്ന് ആ നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞ വ്യക്തിത്വമാണ് റിയാസ് മൗലവി. വധക്കേസ് 2007 നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതാണ്. എന്നാൽ 7 വർഷങ്ങൾക്ക് ശേഷം 2024 വിധി വന്നത് എങ്ങനെയാണ്? 3 ആളുകളും നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിട്ടയക്കുകയാണ് ചെയ്തത്. ഫോറൻസിക് തെളിവുകളും DNA തെളിവുകളും എല്ലാം പ്രതികൾക്ക് എതിരായിരുന്നു. 100ഓളം തെളിവുകളുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ അന്ന് പറഞ്ഞത്. എന്നിട്ടും ജഡ്ജി വിധിച്ചത് എന്താ? അവർ നിരപരാധികളാണ്. ബഹുമാനികളെ, നീതിയില്ലാത്ത ഒരു രാജ്യത്തുള്ളതായ ജീവിതം സാധാരണ മനുഷ്യർക്ക് ദുസ്സഹമാകും എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ സാഹചര്യങ്ങൾ പോയത്? നീതി എന്നത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അൽ അദ്ലു മീസാനുല്ലാഹി ഫിൽ അർദ്. നീതി എന്നത് ഭൂമിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മീസാനാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്നത് നീതിയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. അതാണ് നമ്മുടെ നേതാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു കേസ് വന്നു. എന്താ കേസ് എന്നറിയോ? മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് ചെയ്തിരിക്കുകയാണ്. മഖ്സൂമിയ ഗോത്രം എന്ന് പറഞ്ഞാൽ ആ നാട്ടില് എല്ലാവരും ബഹുമാനത്തോടുകൂടെ കാണുന്ന ഒരു ഗോത്രമാണ്. അതുകൊണ്ട് തന്നെ മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് ചെയ്തു എന്ന് ലോകം അറിയുമ്പോ അത് ആ കുടുംബത്തിന് മോശമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വിധി നടപ്പാക്കുന്നതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തിരിപ്പിക്കണമെന്ന് മഖ്സൂമിയ ഗോത്രക്കാർ വട്ടം കൂടി കൂടിയാലോചന നടത്തി. എന്നാലും തങ്ങളുടെ അടുക്കൽ പോയി പറയാൻ ആർക്കാ ധൈര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയിക്കൊണ്ട് തങ്ങളിൽപ്പെട്ട ഒരാള് കളവ് ചെയ്തിട്ടുണ്ട്, ശിക്ഷയിൽ ഇളവ് നൽകണം, ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മോശമായിട്ടാണല്ലോ അറിയുക, അതുകൊണ്ട് വിധി നടപ്പാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നതിന് വേണ്ടി അവരെല്ലാവരും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ തീരുമാനിക്കുകയാണ്.
അന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാം, ഹിബ്ബു റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മമിത്രം എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അങ്ങനെ ഏൽപ്പിക്കുകയാണ് തങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയിക്കൊണ്ട് സംസാരിക്കാൻ. അങ്ങനെ ഉസാമത്ത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഖ്സൂമിയ ഗോത്രം എന്നത് നാം ഓരോരുത്തരും ഈ നാട്ടിലെ എല്ലാവരും ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ കാണുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷാ നടപടിയിൽ ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമായി. എന്നിട്ട് ചോദിക്കുകയാണ്, ഓ ഉസാമ, നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി തീരുമാനത്തിൽ ഇളവ് വരുത്താൻ എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമത്തിനോട് പറഞ്ഞിട്ട് സഹാബത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയുകയാണ്, സഹാബ, നിങ്ങൾക്ക് ഞാൻ ഒരു മുന്നറിയിപ്പ് തരാം. എന്താണെന്നറിയോ? നമ്മുടെ മുൻഗാമികൾ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? മുൻഗാമികളിൽ രണ്ട് നീതിയായിരുന്നു എന്നുള്ളതാണ്. മുൻഗാമികൾ നശിക്കാനുള്ള കാരണം രണ്ട് നീതിയായിരുന്നു അവർക്ക്. അഹ്ലു ശരീഫ് എന്ന് പറയുന്ന പ്രതാപമുള്ള ആളുകൾക്ക് ഒരു നീതിയായിരുന്നു. അഹ്ലുൽ ലഈഫ് എന്ന് പറയുന്ന ബലഹീനരായ ദുർബലരായ ആളുകൾക്ക് മറ്റൊരു നീതിയായിരുന്നു. ഇക്കാരണം കൊണ്ടാണ് മുൻഗാമികൾ നശിക്കാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, സഹാബ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഫാത്തിമ നിങ്ങൾക്കറിയാലോ, എന്റെ കരളിന്റെ കഷ്ണമെന്നാണ് പലപ്പോഴും ഞാൻ വിശേഷിപ്പിക്കാറുള്ളത്. കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമയാണ് കണ്ടതെങ്കിൽ പോലും അവരുടെ കൈ മുറിക്കാൻ ഞാൻ വിസമ്മതിക്കുകയില്ല, ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസന്നിഗ്ധമായി കൊണ്ട് സമൂഹ സ്വഹാബത്തിനിടയിൽ പ്രഖ്യാപിക്കുകയാണ്. എന്താ പറഞ്ഞത്? ബഹുമാനികളെ, ഇസ്ലാമിന്റെ ഒരു നീതിബോധമാണ്. എന്തുകൊണ്ട്? ഈ നീതിയാണ് മനുഷ്യരുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ മാത്രമല്ല, ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വറഫഅനാ الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. الله تعالى എന്താ പറഞ്ഞേ? والسماء رفعها, ആകാശത്തെ അല്ലാഹു തആല ഉയർത്തിയിരിക്കുന്നു. ووضع الميزان, നീതി അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പ്രപഞ്ചത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നീതിയാണെന്ന് ലോകരക്ഷിതാവ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നത്തെ നീതിബോധം എവിടെയാണ്? മനുഷ്യർക്ക് അന്യമായിരിക്കുകയാണ്, നേതാക്കന്മാർക്ക് അന്യമായിരിക്കുകയാണ് എന്നത് സന്ദർഭികമായിട്ട് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ബഹുമാനികളെ, വോട്ട് ചെയ്ത് നേതാക്കന്മാർ ആരായിരിക്കുമെന്ന് നാം ഇങ്ങനെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നീതിയോടുകൂടെയുള്ള ഭരണം വരുന്നു എങ്കിൽ അത് നമുക്ക് മനുഷ്യർക്ക് മതം നോക്കിയിട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഭൂമിയുടെ സന്തുലിതാവസ്ഥ, പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസത്തിലാണെന്നല്ല പറഞ്ഞത്. പിന്നെയോ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ, പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലകൊള്ളുന്നത് നീതിയിലാണ്, നീതിബോധത്തിലാണെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പറയുന്നു, സഹാബ, മുൻഗാമികൾ നശിക്കാനുള്ള കാരണം രണ്ട് നീതിയായിരുന്നു, ഇരട്ട നീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരുപാട് വലിയ പ്രതാപമുള്ള ആളുകൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവരെ വിട്ടയക്കുന്ന നീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ നീതി അവരെ ആ അനീതിയെ നീതിയായിട്ട് അവര് മാറ്റിമറിക്കും. അതുപോലെ തന്നെ ദുർബലർ, ബലഹീനരായ ആളുകളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ശിക്ഷാ നടപടി എടുക്കുന്ന നീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, നേതാക്കന്മാരാണ് സാധാരണക്കാരായ ആളുകളുടെ ആശ്രയം എന്നുള്ളത്. ദുർബലാംസ ബലം രാജ പാലനാം രോദനം ബലം എന്നല്ലേ ഉപനിഷത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താ പറഞ്ഞത്?
പക്ഷികൾക്ക് വിഹായുസ് ആശ്രയമാണ്. പക്ഷികൾ അവർ ആശ്രയിക്കുന്നത് അന്തരീക്ഷത്തിനെയാണ്, വിഹായുസിനെയാണ്. മത്സ്യം ആശ്രയിക്കുന്നത് ജലാശയത്തിനെയാണ്. എന്നാൽ ദുർബലസ്യ ബലം രാജ, ദുർബലരായ ആളുകൾ ആശ്രയിക്കുന്നത് നേതാക്കന്മാരെയാണ്, നീതിബോധമുള്ള നേതാക്കന്മാരെയാണ് എന്ന് ഉപനിഷത്തുകൾ പോലും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണെങ്കിലും നീതിയുക്തമായ ഭരണമുള്ളതായ നേതാക്കന്മാർ വന്നാൽ സ്വസ്ഥതയും സമാധാനവുമായിരിക്കും എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഏത് ഹദീസ്? അദ്ലുല്ലാഹി അൽ അദ്ലു മീസാനുല്ലാഹി ഫിൽ അർള്. ഭൂമിയിൽ നീതി നടപ്പാക്കി കഴിഞ്ഞാൽ അതാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്നതെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത്. ബഹുമാനികളെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ആരാണ്? രാത്രി കാലത്ത് അല്പസമയം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു. പ്രജകളുടെ ക്ഷേമവും ക്ഷാമവും നേരിട്ട് കണ്ട് അറിയുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ ഒരു രാത്രിയിൽ തന്റെ പ്രജകളുടെ അവസ്ഥ എങ്ങനെയാണ്, എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു സഹാബി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു കുറേ ദൂരം അങ്ങനെ നടന്നു. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോ ഒരു പ്രകാശത്തിന്റെ അടുക്കൽ നിന്നും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രകാശം ലക്ഷ്യമായിട്ട് നടന്നു. കൂടെയുള്ള ഭൃത്യനും കൂടെയുള്ള ഖാദിമും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നടന്നു. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഒരു തീ കത്തിച്ചിട്ട് ആ തീയുടെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരു പെണ്ണ് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിന്ന് ചെറിയ കുട്ടികൾ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ കുട്ടികൾ കരയുന്നത്? ഈ പെണ്ണ് പറഞ്ഞു, അൽ ജൂ, വിശപ്പ് കൊണ്ടാണ് കരയുന്നത്. നീ കുറെ നേരമായാലും വിളക്കാൻ തുടങ്ങിയിട്ട് പാചകമായില്ലേ? കുറെ നേരമായി. അവിടെ മുതൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ദൂരത്ത് നിന്ന് കാണുന്നത് മുതൽ അടുത്തെത്തുന്നത് വരെ വിളക്കാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിരിക്കുന്നതിന് വിളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ ഭക്ഷണം ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഇതിലൊന്നുമില്ല, ഇതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. കുട്ടികളെ ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ്. ഞങ്ങളുടെ അടുക്കൽ ഒന്നുമില്ല, ഞങ്ങൾ ദരിദ്രരാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഖലീഫയോട് പറഞ്ഞില്ല, ഖലീഫയെ അറിയിച്ചുകൂടായിരുന്നു? അപ്പോ ഈ പെണ്ണ് പറയുകയാണ്, ഖലീഫ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അവർ അശ്രദ്ധയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകത്തിലേക്ക് ഈ വാചകം ഇടിമിന്നൽ പോലെയാണ്. ഉമർ റളിയല്ലാഹു തആല അപ്പോൾ തന്നെ ഖാദിമിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. ബൈത്തുൽ മാലിൽ ചെന്ന് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തുകൾ ഒരുക്കി വെച്ചിരിക്കുന്നതായ ബൈത്തുൽ മാലിൽ ചെന്ന് അവർക്ക് ആവശ്യമായ ധാന്യം എടുത്തു, വെള്ളവും എടുത്ത് ഒരു ഭാണ്ഡക്കെട്ടാക്കി കൂടെയുള്ള ഖാദിമിനോട് പറഞ്ഞു, ഇഹ്മിൽനി, എന്റെ മുതുകത്തേക്ക് ഈ ഭാണ്ഡക്കെട്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഖാദിം പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ സേവകനായ ഖാദിമായിട്ട് കൂടിയേക്കുന്നത് ഇങ്ങനെയുള്ള ഭാരങ്ങളൊക്കെ ചുമക്കുന്നതിന് വേണ്ടിയാണല്ലോ, ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു, ഇഹ്മിൽനി അലയ്യ, എന്റെ മുതുകിലേക്ക് വെക്കാൻ പറഞ്ഞപ്പോഴും ഈ ഖാദിം മനസ്സുകൊണ്ട് സമ്മതിച്ചില്ല. ഖാദിം പറഞ്ഞു, ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു തആല തിരിച്ചു ചോദിക്കുകയാണ്, അൻത തഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ പാപഭാരവും നീ ഏൽക്കുമോ? എന്നാ നീ ഏറ്റു എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുതുകിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനികളെ, ആരാ ചിന്തിക്കുന്നത്? നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറയപ്പെട്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്റെ പ്രജയിൽപ്പെട്ട ഒരാൾക്ക് പ്രയാസം അനുഭവിച്ചു എന്നറിഞ്ഞപ്പോ ആ പ്രയാസം അതൊരു വലിയ പാപഭാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, എന്ത്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആ പെണ്ണ് പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, അത് നീ ഏറ്റെടുക്കുമെന്നാ ചോദിച്ചത്.
ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല സ്വന്തം മുതുകിൽ വഹിച്ചുകൊണ്ട് ആ കൂരയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഇത് നീതിബോധമുള്ളതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശാലമായ ജീവചരിത്രത്തിന്റെ ഒരു ഏട് മാത്രമാണ്. എന്നാൽ നീതിയോടുകൂടെയുള്ളതായ ജീവിതം, അങ്ങനെ നീതിബോധമുള്ളതായ നേതാക്കന്മാരാണ് വരുന്നത് എങ്കിൽ എപ്പോഴും അത് ഖൈറായിരിക്കും, സമാധാനമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന തണലാണ് നല്ല നേതാക്കന്മാർ എന്നുള്ളത്. ഇന്ന സുൽത്താന, നല്ല നേതാക്കന്മാർ ദില്ലുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്നതായ തണലാണ്. അങ്ങനെയുള്ള നല്ല മനസ്സുള്ള, നീതിബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ള നല്ല നേതാക്കന്മാരെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ വിവാഹപ്രായമായ പെൺകുട്ടികൾക്കുള്ള പ്രീമാരിറ്റൽ കോഴ്സ് ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്നതാണ്. അപേക്ഷ വളരെ കുറച്ച് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് തോന്നുന്നത് പ്രായപൂർത്തിയായ പെൺമക്കൾ നമ്മുടെ മഹലിൽ ഇല്ലേ എന്നാണ്. ബഹുമാനികളെ, ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ മഹലിന്റെ പൊതുയോഗത്തിലെടുത്തേക്കുന്ന തീരുമാനമാണ് ജൂലൈ 1 മുതൽ ഈ കോഴ്സ് പൂർത്തീകരിച്ച് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വിവാഹ അനുമതി നൽകുകയില്ല എന്നത് കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമല്ല, പൊതുജനം എല്ലാവരും കൂടിയെടുത്ത തീരുമാനമാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 17 വയസ്സ് കഴിഞ്ഞ എല്ലാ പെൺമക്കളും ഇപ്പൊ കെട്ടിക്കുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. എപ്പോഴാണ് ഖൈറായ ആലോചന വരിക എന്ന് നമുക്കറിയാൻ കഴിയില്ല. 17 വയസ്സ് പൂർണ്ണമായ എല്ലാ പെൺമക്കളെയും നിർബന്ധമായി 14-15 തീയതികളിലുള്ള ഈ അവസരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പറഞ്ഞയക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇന്ന് തന്നെ, 10-ാം തീയതിയാണ് നമ്മൾ പറഞ്ഞത്, ഇന്ന് തന്നെ അപേക്ഷാ ഫോം കമ്മിറ്റിയിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോയി പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ കുർക്കഞ്ചേരി മഹലിൽ നിന്നും പരിസര മഹലുകളിൽ നിന്നും പരിശുദ്ധ ഹജ്ജിന് കർമ്മത്തിനായി പോകുന്നവർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ 2-ാം ശനിയാഴ്ച നമ്മുടെ സ്വലാത്ത് നടത്തേണ്ടതായ മാസമാണ്. മദ്രസ അവധിയാണ്. സ്കൂൾ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് മദ്രസക്കും അവധി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടേറെ കുടുംബങ്ങൾ പലവിധ യാത്രയിലായതുകൊണ്ട് സ്വലാത്ത് അടുത്ത ആഴ്ചയിലേക്ക്, 3-ാമത്തെ ആഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഓർമ്മയിൽ വെക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഭൂമിയിലുള്ള സന്തോഷകരമായ, സമാധാനകരമായ ജീവിതം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരലോകത്ത് സുഖലോക സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും പലവിധ രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, വീടുകളിലും ഹോസ്പിറ്റലിലുമായിട്ട് വേദനയോടുകൂടെ കഴിയുന്നവരുണ്ട്. റബ്ബേ, അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. സിഹത്തും സലാമത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് ചെറുതും വലുതുമായി സംഭാവനകൾ നൽകിയവരുടെ സംഭാവനകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ സലാമത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.